ഹലോ ഗേസ്, എല്ലാ മെമ്പേഴ്സിനും നമ്മുടെ ബ്ലോഗിലേക്ക് സ്വാഗതം. സാധാരണ നമ്മൾ ഡെസ്റ്റിനേഷൻ പറയലില്ലല്ലോ, എങ്ങോട്ടാ പോകുന്നതെന്നൊക്കെ പറയലുണ്ടോ? ഇല്ലല്ലോ. പക്ഷെ ഇന്ന് അങ്ങനെയല്ല കേട്ടോ. നമ്മൾ പോകുന്ന സ്ഥലം എങ്ങോട്ടാണെന്നൊക്കെ ആദ്യമേ തീരുമാനിച്ചിട്ടുണ്ട്. എങ്ങോട്ടാണെന്നൊക്കെ ഞാൻ നിങ്ങളോട് പറയാവേ. മക്കളെ, ഇതൊരു അടിപൊളി സ്ഥലമാണ് കേട്ടോ. ഞാൻ പറഞ്ഞുതരാം നിങ്ങളോട്, വീഡിയോ കാണിച്ചു തരാവേ. നമ്മളില്ല, ഉച്ചയ്ക്ക് ശേഷം ഫുഡ് കഴിച്ചിട്ടാണ് ഇറങ്ങിയത്. ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങി നമ്മൾ യാത്ര തുടങ്ങി. വഴിയോരത്തൊക്കെ നിങ്ങൾ കാണണം, പച്ചപ്പ് എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മ എന്തൊരു പച്ചപ്പാന്നറിയോ. ചാണോ പച്ചയാണോ, കരിമ്പച്ചയാണോ, ചെറുപയർ പച്ചയാണോ, തത്തമ്മ പച്ചയാണോ എന്നറിയാത്ത അത്രക്ക് പച്ച. എൻ്റെ അമ്മ എന്തൊരു ഭംഗിയാ കാണാൻ. എനിക്കറിയൂല നിങ്ങളോട് എങ്ങനെയാ പറയേണ്ടതെന്ന്. നിങ്ങൾ ഒരു പ്രാവശ്യം എന്തായാലും ഇങ്ങോട്ടേക്ക് വന്നിട്ട് കാണണം. നമ്മളുണ്ടല്ലോ, ഒരു വെള്ളച്ചാട്ടം കാണാനാണ് പോയത്. പക്ഷേ വെള്ളച്ചാട്ടത്തിന് കാണാൻ പോകുന്ന അവിടെ ഉണ്ടാവില്ലേ, അവിടെയല്ല നമ്മൾ വണ്ടി നിർത്തിയത്. നമ്മൾ വണ്ടി നിർത്തിയത് കുറച്ച് മുകളിലേക്കായിട്ട്. അതെന്തിനാണെന്നറിയോ, ഈ വെള്ളച്ചാട്ടത്തിൻ്റെ വെള്ളം ഒഴുകി വരുന്ന സ്ഥലം ഉണ്ടാവില്ലേ, ഒരു അരുവി പോലെ, അവിടെ കാണാനാണ് നമ്മൾ പോയത്. ഞാൻ അവിടെ ആദ്യമായിട്ടാണ് പോകുന്നത്. ഞാൻ വിചാരിച്ചു അവിടെ നിറച്ചു ആൾക്കാരായിരിക്കും, എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ വിചാരിച്ചിട്ടാണ് പോയത്. പക്ഷെ നമ്മൾ പോകുമ്പോൾ അവിടെ ആരുമില്ല, നമ്മൾ മാത്രം. നമ്മളിങ്ങനെ പോയി, എന്തൊരു പച്ചയാ, തത്തമ്മ പച്ച. എൻ്റെ അമ്മ കാണണം, ഇങ്ങനെ മരങ്ങൾ ഇങ്ങനെ തിങ്ങി നിറഞ്ഞിട്ട് എന്തൊരു ഭംഗിയാണെന്നറിയാം കാണാൻ. ഇങ്ങനെ പോകുമ്പോൾ വെള്ളത്തിൻ്റെ സൗണ്ട് കുറച്ചിങ്ങനെ കേൾക്കുന്നുണ്ട്. അപ്പം ഇങ്ങനെ അടുത്തേക്ക് വരുമ്പോൾ ചെറിയൊരു അരുവി പോലെയാണ്. ഇപ്പം ഇവർ പറഞ്ഞു ഇവിടെ വെള്ളം കുറവാണ്, ഇപ്പം വെള്ളം കുറവാന്ന് പറഞ്ഞു കൂടെ വന്ന ആൾക്കാർ. ഇങ്ങനെ വെള്ളം ഇങ്ങനെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരുന്നുണ്ട്, ആ വീഡിയോ കാണിച്ചു തരട്ടെ. ഞാനിത് പറയട്ടെ, എൻ്റെ ഒരു ഇതുണ്ടല്ലോ, കണ്ടൊരു എക്സൈറ്റ്മെൻറ്റിലൊക്കെ അത് നിങ്ങളോട് പറയാനായിട്ട് എനിക്ക് എന്തൊരു ബുദ്ധിമുട്ട് പോലെ. ഞാനത് പറയട്ടെ, എന്നിട്ട് ബാക്കി ഞാൻ കാണിച്ചു തരാം. പിള്ളേരെ, പിന്നെ ഉണ്ടല്ലോ, ഈ അരുവിൻ്റെ വെള്ളത്തിലില്ലേ ഒരു സായിപ്പേട്ടൻ വീണ്, അവിടെ നല്ലപോലെ സ്ലിപ്പാകുന്നുണ്ട്. അങ്ങനെ വീണതാ. എൻ്റെ വീഡിയോയാ, അത് ഞാൻ എടുത്തിട്ടില്ല. ഒരു വീഴുന്നത് ഞാനങ്ങനെ എടുക്കലേ, അത് ഞാൻ എടുത്തിട്ടില്ല. എടുക്കണ്ടല്ലോ, അങ്ങനെയൊന്നും ചെയ്തുകൂടാ. പിന്നെ ഇല്ലേ, എന്നിട്ട് അവർ വ്ളോഗറാന്ന് തോന്നുന്നു, അവരെ കൈമേൽ ഈ മൊബൈലിൻ്റെ സ്റ്റിക്കൊക്കെ ഉണ്ട്. പിന്നെയും കുറച്ച് ആൾക്കാരൊക്കെ ഇല്ലേ മുകളിലേക്ക് കയറി പോകുന്നുണ്ട്. അവിടുന്ന് എങ്ങോട്ടേക്കാണെന്ന് എനിക്കറിയൂല. പിന്നെ ഒരു ഫാമിലി വന്ന് നമ്മളെപ്പോലെ തന്നെ അവിടെ നിന്നിട്ട് ഫോട്ടോ ഒക്കെ എടുത്ത് കളിക്കുന്നുണ്ടായിരുന്നു. ഒരു അമ്മയൊക്കെ കൂടെ ഉണ്ടായിരുന്നു അവരുടെ കൂടെ, പിന്നെ ഒരു കുഞ്ഞും. പിന്നെ അവിടുന്ന് കുറേ സമയം നമ്മൾ ഫോട്ടോയിലെടുത്ത് കളിച്ച് താഴേക്ക് വന്ന് വെള്ളച്ചാട്ടം കാണാൻ. അവിടെ വെള്ളച്ചാട്ടം എന്ന് പറയാനൊന്നുമില്ല, കുറച്ച് വെള്ളം മാത്രമേ ഉള്ളൂ. എന്ന് വെച്ചാൽ വെള്ളത്തിൻ്റെ ഒഴുക്ക് ഭയങ്കര നല്ല കുറവാണ്, തീരെ ഇല്ല. വെള്ളച്ചാട്ടം എന്നൊന്നും പറയാൻ തന്നെ ഇല്ല പിള്ളേരെ. നമ്മൾ പിന്നെ കുറച്ച് സമയം അവിടെ നിന്ന് ഫോട്ടോ എടുത്ത്, അവിടെ ഇങ്ങനെ ഒരു കമ്പ കെട്ടി വേർതിരിച്ചിട്ടുണ്ട്. അതെന്തിനാന്നോ, ആ വെള്ളത്തിൻ്റെ ഫോഴ്സ് കൂടുമ്പോൾ അങ്ങോട്ട് വരെ വെള്ളം തെറിക്കുന്നു. ഇപ്പം ആൾക്കാർ ആ കമ്പേൻ്റെ ഉള്ളിലേക്കൊക്കെ കയറുന്നുണ്ട്. അതിൻ്റെ വെള്ളച്ചാട്ടത്തിൻ്റെ തൊട്ടടുത്ത് പോയിട്ടാണ് ഫോട്ടോ ഒക്കെ എടുക്കുന്നത്. പക്ഷെ എല്ലാ ടൈമും അങ്ങനെ ആയിരിക്കില്ലാന്ന്. വെള്ളത്തിൻ്റെ ഫോഴ്സ് കൂടുമ്പോൾ അത് തെറിച്ചിട്ട് പുറത്തേക്ക് വരുന്നു. അവിടെ ഒരു കമ്പയൊക്കെ കെട്ടി വേർതിരിച്ചിട്ടുണ്ട്. പിന്നെ അവിടുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത്, അവിടെ ഇങ്ങനെ ഒരു നിഗൂഢത പോലെ അങ്ങനെ കുറേ മരങ്ങളിൽ ഇങ്ങനെ തിങ്ങി നിറഞ്ഞിട്ട് കുറേ, പിന്നെ കൊച്ചു കൊച്ചു കടകളൊക്കെ ഉണ്ട് സൈഡിലൊക്കെ, എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാം മക്കൾക്ക്. പിന്നെ നമ്മൾ അവിടുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ നമ്മളങ്ങ് തിരിച്ചു പോന്നു. തിരിച്ച് വരുന്ന വഴിക്ക് ഞങ്ങൾക്ക് ഫുഡ് വാങ്ങിച്ചെന്നു. ഞങ്ങളെ മെല്ലനെ റൂം തട്ടിയിട്ട് കെട്ടിയൻ ഹൃദയപൂർവ്വം കാണാൻ വരും. സോ സാഡ്. അപ്പോൾ എൻ്റെ ഇന്നത്തെ വ്ളോഗ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കുമോ?
പറഞ്ഞല്ലോ.